നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾ ഉൾപ്പെടെ രാജ്യത്തെ LPG പാചകവാതക ഉപഭോക്താക്കൾ 2026 ജൂൺ 30-നകം തന്നെ തങ്ങളുടെ EKYC പ്രക്രിയ പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശം. നിശ്ചിത സമയത്തിനകം EKYC പൂർത്തിയാക്കാത്ത പക്ഷം ഇന്ത്യൻ ഗ്യാസ്, ഭാരത് ഗ്യാസ്, HP ഗ്യാസ് ഉപഭോക്താക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പാചകവാതക സബ്സിഡി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ യുദ്ധം ആരംഭിച്ചതിനെ തുടർന്ന് ആഗോള എണ്ണവാതക ഗതാഗതത്തിന്റെ 20% കൈകാര്യം ചെയ്യുന്ന ഹോർമുസ് കടലിടുക്ക് അടച്ചതിനെ തുടർന്നുണ്ടായ LPG വിതരണക്ഷാമം പരിഹരിക്കുന്നതിനായി സർക്കാർ നിരവധി ചട്ടങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് LPGക്ക് ആധാർ അധിഷ്ഠിത ബയോമെട്രിക് ഒതന്റിക്കേഷൻ നിർബന്ധമാക്കിയത്. കഴിഞ്ഞ മാർച്ചിൽ PMUY ഗുണഭോക്താക്കൾക്ക് ആധാർ അധിഷ്ഠിത പരിശോധന സർക്കാർ നിർബന്ധമാക്കിയിരുന്നു. നിലവിൽ EKYC പൂർത്തിയാകാത്ത ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് ഈ നിർദ്ദേശം ബാധകമാകുക എന്ന് മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. മുൻപ് EKYC പൂർത്തിയാക്കിയ PMUY ഇതര ഉപഭോക്താക്കൾ ഇത് വീണ്ടും ചെയ്യേണ്ടതില്ല. ഉപഭോക്താക്കൾക്ക് ലളിതവും സുരക്ഷിതവുമായി തികച്ചും സൗജന്യമായി ഈ പ്രക്രിയ പൂർത്തിയാക്കാവുന്നതാണ്. ഇന്ത്യൻ ഓയിൽ വൺ ആപ്പ് വഴിയോ അതത് ഗ്യാസ് ഡിസ്ട്രിബ്യൂട്ടർമാർ വഴിയോ LPG ഡെലിവറി ജീവനക്കാർ വഴിയോ EKYC ചെയ്യാം. വീട്ടിലിരുന്ന് തന്നെ മൊബൈൽ ആപ്ലിക്കേഷനുകൾ വഴി ആധാർ അധിഷ്ഠിത ഫേസ് ബയോമെട്രിക് പരിശോധന നടത്തുന്നതിനുള്ള വിവരങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ഗ്യാസ് ഉപഭോക്താക്കൾക്ക് ഇന്ത്യൻ ഓയിൽ വൺ ആപ്പും ആധാർ ഫേസ് RD ആപ്പും വഴിയും, ഭാരത് ഗ്യാസ് ഉപഭോക്താക്കൾക്ക് ഹലോ BPSCL ആപ്പ് വഴിയും, HP ഗ്യാസ് ഉപഭോക്താക്കൾക്ക് HBPay ആപ്പ് വഴിയും EKYC നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ്.